ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കണത്. ഈ പരിപ്പ് കറി നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്, അതേപോലെ ചോറിന് നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സാമ്പാർ പരിപ്പിലാണ് ഈ പരിപ്പ് കറി ഉണ്ടാക്കണേ. 100 ml കപ്പില്ലേ, അതിൽ 1 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വന്നു, ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളകും, 2 സവോള വളരെ ചെറുതാട്ടോ. ഒരു മീഡിയം സൈസ് സവോള വീട്ടിലുള്ള വെച്ചാൽ അതെടുത്തോളൂ. ഇതിപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് 2 എടുത്തേക്കാണ്. പച്ചമുളക് ഞാൻ കീറി വെച്ചു, സവോളയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി ചെറുതാണെങ്കിൽ 2, വലുതാണെങ്കിൽ 1 മതി. ഇനി നമുക്ക് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം നമുക്ക് സവോള വഴറ്റാം. അപ്പോൾ സവോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സവോള ആദ്യം ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് സവോള വഴറ്റാം. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് നമ്മൾ സവോള വഴറ്റി. ഇപ്പോൾ സവോള നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണില്ല, അത് ഇട്ടിട്ട് വഴറ്റണില്ല. അപ്പോൾ നമ്മൾ സവോളയും തക്കാളിയും മാത്രം ആണ് വഴറ്റണത്. മറ്റത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവോളയും തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ടത്ര, ഈ കറിക്ക് വേണ്ടത്ര ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മുളക് പൊടിയുടെ എരിവും രണ്ടും കൂടി ആകുമ്പോൾ ചിലപ്പോൾ അധികമായാലോ എന്ന് വിചാരിച്ചിട്ട് 1/2 ടീസ്പൂൺ ചേർത്തുള്ളൂ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വഴറ്റി നമ്മുടെ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയൊക്കെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേ കപ്പിൽ തന്നെ ഒരു 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസിൽ കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ കൊടുക്കാം. അതും സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ടാണ് 2 വിസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ വിസിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നു. കുക്കർ വാങ്ങി വെച്ചു, പ്രഷറെല്ലാം പോയി. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പ് കറി തയ്യാറായി. എല്ലാം വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പരിപ്പ് കട്ടയാവണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ ടേസ്റ്റ് ഈ സമയത്ത് നോക്കിക്കോളൂ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പരിപ്പ് കറി ഒന്ന് വറുത്തിടാൻ നോക്കാം. ഞാനിവിടെ പാനിൽ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതേപോലെ പച്ചമുളക് കീറി വെച്ചതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം ഒരുവിധം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കായ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിവേപ്പില മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് കറി ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ വറവിൻ്റെ മണം മുഴുവൻ കറിയിലും കുറേ നേരം നിലനിൽക്കും. അത് കാരണം ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുപ്പ് തുറന്നോളൂ. ഇനി നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറി നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ
ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോറിൽ തന്നെ വിളമ്പി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എഴുതണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.